9th സ്റ്റാൻഡേർഡ് മാത്സ് യൂണിറ്റ് 13 പോളിനോമിയൽ പിക്ചേഴ്സ്. പോളിനോമിയൽ പിക്ചേഴ്സിൽ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ 2x + 1 2x - 1, അതായത് എക്സും ഉള്ള ഒരു ടേമും ഉണ്ടാവും, പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ഉള്ള ഒരു ടേമും ഉണ്ടാവും. അങ്ങനെയുള്ളതിനാണ് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുക. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ സ്ക്വയർ വരുന്നത് x² + 4x അങ്ങനെയൊക്കെ വരുന്നതിനാണ് എന്താ പറയുക, സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാം. നമ്മൾ പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോളിനോമിയൽ തന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫ് എങ്ങനെ വരാമെന്നാണ് ഈ ചാപ്റ്ററിലുള്ളത്. p(x) = x + 1. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 കൊടുത്താൽ 0 + 1 1 വരും. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 + 1 2 വരും. അപ്പം ഇങ്ങനെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 0 1 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, ഈ കുത്തനെയുള്ള വരക്കുക, ഇങ്ങോട്ടേക്ക് വരക്കാം. മിഡിൽ 0 എന്ന് അടയാളപ്പെടുത്താം. 0 ഇത് നമ്പർ ലൈനാണ്. നമ്പർ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നെഗറ്റീവ് നമ്പർ, റൈറ്റ് സൈഡ് പോസിറ്റീവ്, താഴോട്ടേക്ക് നെഗറ്റീവ്, മുകളിലോട്ടേക്ക് പോസിറ്റീവ്. അപ്പോൾ അതിൽ ആദ്യത്തെ പോയിൻ്റ് 0 1 ആണ്. 0 1 എന്ന് പറയുന്ന പോയിൻ്റ് 0 1. ഈ കുത്തനെയുള്ള വരയിൽ ആദ്യം 0യും പിന്നെ നമ്പറും ആയിരിക്കും. നേരെയുള്ള വരയിൽ ആദ്യം നമ്പറും പിന്നെ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുത്തനെയുള്ള വരയാണ്. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 1 ആണ്. ഇതാണ് p(x). p(x) 1 ആണ്. അപ്പോൾ ഇത് 0 ആയിരിക്കും. 1 2 1 2 എന്ന് പറയുമ്പോൾ 1ന് നേരെ വരുന്ന 2, 1ന് നേരെ വരുന്ന 2, 1ന് നേരെ വരുന്ന 2. അപ്പോൾ ഇവിടെയും പോയിൻ്റ് നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗ്രാഫ് റെഡിയായി. അതുപോലുള്ള വേറെയും ഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വർക്കൗട്ടാണത്. ആദ്യത്തെ എക്സസൈസിൽ വരുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദീസ് പോളിനോമിയൽസ്. അവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽസിൻ്റെ ഗ്രാഫ് വരയാൻ വേണ്ടിയിട്ടാണ്. പേജ് നമ്പർ 216 ക്വസ്റ്റ്യൻസ് ആണത്. p(x) = 2x - 1. ആദ്യം എക്സിന് 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. 2 × 0 - 1. 2 × 0 എന്ന് പറയുമ്പോൾ 0 - 1 -1 വരും. പിന്നെ എക്സിൻ്റെ അടുക്ക 1 കൊടുക്കുമ്പോൾ 2 × 1 2 - 1. 2 - 1 എന്ന് പറയുമ്പോൾ 1 വരും. പിന്നെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2 2s are 4 - 1 3 എന്ന് വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പോയിൻ്റ് കണ്ടുപിടിക്കുക. എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ p(x) എത്ര. അപ്പോൾ അതിൽ നമ്മൾ പോയിൻ്റിൽ ആദ്യം 0 - 1 ആണ്. അപ്പോൾ 0 - 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. അതായത് നമ്മുടെ നമ്പർ ലൈനിൽ ഓർമ്മിക്കേണ്ട കാര്യം, എക്സ് 0യും രണ്ടാമത് നമ്പർ വരുന്നതാണെങ്കിൽ അത് ഈ കുത്തനെയുള്ള വരയമ്മിലാണ് അടയാളപ്പെടുത്തുക. അപ്പോൾ 0ൻ്റെ എടുക്കുന്നത് -1, 0ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക് -1, 1 1 എന്ന് പറയുമ്പോൾ 1ൻ്റെ എടുക്കുന്നത് മുകളിലോട്ടേക്ക്, നെഗറ്റീവ് വരുമ്പോൾ താഴോട്ടേക്കും പോസിറ്റീവ് വരുമ്പോൾ മുകളിലോട്ടേക്കും ആണ് ഉണ്ടാവുക. 2 3 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം അത് കൂട്ടി വരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. നെക്സ്റ്റ് ഫിഗർ p(x) = x - 1. x - 1 എക്സിന് 0 കൊടുക്കുമ്പോൾ -1, 0 - 1 -1 ആവും. എക്സിന് 1 കൊടുക്കുമ്പോൾ 1 - 1 0 വരും. എക്സിന് 2 കൊടുക്കുമ്പോൾ 2 - 1 1 വരും. ഇനി 0 - 1 എന്ന് പറയുമ്പോൾ 0ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക് -1 0 എന്ന് പറയുമ്പം 1 0 ആണ്. 1ൻ്റെ എടുക്കുന്നത് ഇങ്ങോട്ടേക്ക്, ഇതാ ഇവിടെയാണ് 1 0 വരിക, 1 0 വരിക. പിന്നെ 2 1 2 1 എന്ന് പറയുമ്പോൾ 2ൻ്റെ എടുക്കുന്ന ഈ 1 ഇങ്ങനെയൊന്ന് പോയിൻ്റ് അടയാളപ്പെടുത്താം. എന്നിട്ടത് കൂട്ടി യോജിപ്പിച്ച് നമ്മുടെ ഗ്രാഫ് റെഡിയായി. ഗ്രാഫ് p(x) = 1 - x. അതും ഇതുപോലെ പോയിൻറ്റ്സുകൾ കൊടുക്കുക. എക്സിന് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 1 - 0 1 കിട്ടും. എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കൊടുക്കുമ്പോൾ 1 - 1 0 കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ ഇവിടെ 2 കൊടുത്താൽ 1 - 2 എന്ന് പറയാം. 1 - 2 എന്ന് പറയുമ്പോൾ -1. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് 0 1 ആണ്. 0 1 എന്ന് പറയുന്ന പോയിൻ്റ് 0 1 0 1 ഇവിടെയാണ് വരിക, മുകളിലോട്ടേക്കാണ് പോസിറ്റീവ് വരിക. 0ൻ്റെ എടുക്കുന്നത് പോസിറ്റീവ്. 1 0 1 0 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെയാണ് പോയിൻ്റ് വരിക. 1 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ് വരിക. 1 0 2 0 3 0 ഒക്കെ ഇവിടെയാണ് വരിക. 2 - 1 2ൻ്റെ എടുക്കുന്ന -1 എന്ന് പറയുമ്പോൾ താഴോട്ടേക്ക്, ഇത് ഇവിടെ പോയിൻ്റ് അടയാളപ്പെടുത്തും. 2ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക്. അതൊക്കെ കൂട്ടി വരഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അടുത്തത് p(x) = x. എക്സ് ഏത് കൊടുത്താലും അത് തന്നെയാണ് p(x) കിട്ടുമെന്ന്. 0 വരെ കൊടുക്കുമ്പോൾ 0, 1 കൊടുക്കുമ്പോൾ 1, 2 കൊടുക്കുമ്പോൾ 2. ഇനി -1 കൊടുക്കുമ്പോൾ -1 കിട്ടും. -2 കൊടുത്താലും -2 തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ പോയിൻ്റ് 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെയാണ്. 1 1 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരിക. 2 2 എന്ന് പറയുമ്പോൾ ഇവിടെ 2ൻ്റെ എടുക്കുന്നത് 2 മുകളിലോട്ടേക്ക്. ഇനി -1 1 ആണെങ്കിൽ -1 ഇവിടെ വരും പോയിൻ്റ്. -2 2 ആണ്. -2ൻ്റെ ഇവിടെ 2ൻ്റെ താഴോട്ടേക്ക് ഇവിടെ വരും. അപ്പം എല്ലാം ഈ ലൈനിൽ തന്നെയായിരിക്കും.
പി ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ്. എക്സിന് ഏത് വില കൊടുത്താലും അത് നെഗറ്റീവ് ആണെന്നുള്ളത്. 0 കൊടുക്കുമ്പോൾ 0 തന്നെ, അത് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ആ നെഗറ്റീവ് സൈനിൻ്റെ ആവശ്യമില്ല. പിന്നെ 1 കൊടുക്കുമ്പോൾ -1, 2 കൊടുക്കുമ്പോൾ -2. ഏത് പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവാണ് കിട്ടുക എന്നുള്ളത്. ചെറിയ നമ്പർ കൊടുത്താൽ മതി, കാരണം നമ്മൾ നമ്പർ 9 ചെറിയ നമ്പർ ആകുമ്പോഴാണ് ഗ്രാഫ് വരയാൻ വേണ്ടിയിട്ട് സ്പേസ് നമുക്ക് ലാഭിക്കാനുള്ളത്. അതുകൊണ്ട് ചെറിയ നമ്പർ മാത്രമേ കൊടുക്കണ്ടൂ. ഇതാണ് 0 എന്ന് പറയുന്നത്. 1 - 1 എന്ന് പറയുമ്പോൾ 1ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക് -1, 2 - 2 എന്ന് പറയുമ്പോൾ 2ൻ്റെ എടുക്കുന്നത് താഴോട്ടേക്ക് -2. അത് നീട്ടി അങ്ങോട്ട് വരഞ്ഞു കൊടുത്താൽ മതി. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പോളിനോമിയൽ വിച്ച് ഹാസ് ദീസ് ലൈൻസ് ആസ് ദെയർ ഗ്രാഫ്. നമ്മൾ ഈ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോളിനോമിയൽ തന്നിട്ട് ഗ്രാഫ് വരയാൻ പഠിച്ചു. ഇനി ഗ്രാഫ് തന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 3 ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും പോളിനോമിയൽ ഏതാണെന്ന് കണ്ടെത്തണം. ഫസ്റ്റ് ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവണം, ഗ്രാഫിൻ്റെ മീറ്റിംഗ് പോയിൻ്റ് എവിടെയൊക്കെയാണുള്ളതെന്ന്. ഇവിടെ നോക്കിയാൽ, ഇവിടെ ഇപ്പം നോക്കിയാൽ ഇവിടെ നേരെ ഇതാ -2ൻ്റെ ഇത് -1ൻ്റെ നേരെയും -2ൻ്റെ നേരെ ഈ പോയിൻ്റ് ഉള്ളത്. പിന്നെ ഇവിടെ വരുന്നൊരു പോയിൻ്റ് 0, 1 ആവാം, പക്ഷെ നമുക്കത് ഉറപ്പിക്കാൻ കഴിയില്ല. അല്ലെ ഉറപ്പിച്ചാലും കുഴപ്പമില്ല. ഇനി 1ൻ്റെ നേരെ മേലെ 4ൻ്റെ അടുക്കുള്ളത്, 1 നേരെ മേലെ 4ൻ്റെ അടുക്കുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് പോയിൻ്റ് പറയാൻ പറ്റാം. -1ൻ്റെ അടുക്കുന്ന -2 വരുന്നുണ്ട്. അപ്പം -1ൻ്റെ എടുക്കുന്ന ഈ പോയിൻ്റ് എന്ന് പറയുന്നതിൻ്റെ നേരെ വരുന്ന ഇവിടെ വരുന്ന പി ഓഫ് എക്സിൻ്റെ ലൈനാണിത്. കുത്തനെയുള്ളത് പി ഓഫ് എക്സ്, നേരെയുള്ളത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അതിൽ നേരെ വരുന്നതിൽ ഇതാ ഇവിടെയാണ് -2 ഉള്ളത്. -2ൻ്റെ നേരെ, അതുപോലെ തന്നെ ഈ -1ൻ്റെ നേരെയാണ് അത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ 1ൻ്റെ എടുക്കുന്നത് 4ലേക്ക്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 1 ആകുമ്പോൾ പി ഓഫ് എക്സ് 4 കിട്ടും. അപ്പോൾ നമ്മുടെ 2 പോയിൻ്റ് അതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്നെടുക്കും. പിന്നെ പി ഓഫ് -1 ഈക്വൽ ടു -2 എന്ന് എഴുതും. പി ഓഫ് -1 ഈക്വൽ ടു -2 എ ഇൻറ്റു -1. അതായത് നമ്മുടെ ഇവിടെ എന്ത് കൊടുക്കും, ഇതിപ്പം പി ഓഫ് -1 ഈക്വൽ ടു -2, അതായത് ഇത് നമ്മൾ പി ഓഫ് കൊടുക്കുന്നതാണ്, ഇത് ആൻസർ. അപ്പോൾ പി ഓഫ് -1 ഈക്വൽ ടു -2 വരും. പി ഓഫ് 1 ഈക്വൽ ടു 4 എന്ന് എഴുതാം. പി ഓഫ് -1 ഈക്വൽ ടു -2 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം, ഇവിടെയുള്ള എക്സിന് പകരം -1 ഇട്ട് കൊടുക്കുക. എ ഇൻറ്റു -1 പ്ലസ് ബി ഈക്വൽ ടു -2. എ ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -a പ്ലസ് ബി ഈക്വൽ ടു -2 വരും. പി ഓഫ് 1 4 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ഇൻറ്റു 1 പ്ലസ് ബി. 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 4 എന്ന് പറയുമ്പോൾ 1 കൊടുക്കുമ്പോഴാണ് 4. അപ്പോൾ എ ഇൻറ്റു 1 ഇവിടെ കൊടുക്കുക. എ ഇൻറ്റു 1 പ്ലസ് ബി ഈക്വൽ ടു 4. അപ്പോൾ ഇത് എ ഇൻറ്റു 1 എന്ന് എ പ്ലസ് ബി ഈക്വൽ ടു 4 സെക്കൻഡ് ഇക്വേഷൻ. രണ്ടും നോക്കുക. രണ്ടിലും ഇവിടെ ഇപ്പം -a പ്ലസ് ബി ആണ്, ഇവിടെ a പ്ലസ് ബി ആണ്. രണ്ടിൻ്റെയും കോയഫിഷ്യൻറ്റ് സെയിം ആണ്. കോയഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നിക്കൽ a സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ b സെയിം ആയിരിക്കണം. അപ്പോൾ ഇവിടെ എയും ബിയും സെയിം ആണ്. പക്ഷേ എൻ്റെ കൂടെ എന്തുണ്ട്, മൈനസ് ഉണ്ട്. മൈനസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 - 1 എന്ന് എഴുതാം. ഏതെങ്കിലും ഒരെണ്ണം കട്ടായാൽ മതി. അപ്പം രണ്ടാമത്തെ ഒന്നാമത്തെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 4 - -2 6 വരും. പിന്നെ എ -a പ്ലസ് a 2a എന്ന് പറയും. b - b 0 ആയിട്ട് പോകും. അങ്ങനെ a3 കിട്ടും. a3 കിട്ടിയാൽ a3 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് -a പ്ലസ് ബി ഈക്വൽ ടു 4 എന്നാണ്. അപ്പോൾ അവിടെ a പ്ലസ് ബി ഈക്വൽ ടു 4 എന്നുള്ളവർക്ക് എൻ്റെ വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് ബി ഈക്വൽ ടു 4, ബി ഈക്വൽ ടു 4 - 3 ഈക്വൽ ടു 1. അപ്പോൾ എൻ്റെ വാല്യൂ നമുക്ക് 3 എന്നും ബീൻ്റെ വാല്യൂ 1 എന്നും കിട്ടി. ആ പി ഓഫ് എക്സിനെടുക്കുക, വാല്യൂ ഇട്ട് കൊടുക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി ഈക്വൽ ടു 3x പ്ലസ് 1. എൻ്റെ വാല്യൂ 3 ആണ്, ബീൻ്റെ വാല്യൂ 1 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഫിഗർ ഉള്ളത്. സെക്കൻഡ് ഫിഗർ ഇതാ ഈ ഒരു മോഡലിലാണ് ഉള്ളത്. അത് -1ൻ്റെ അടുക്കുന്ന -2ന് നേരെ തന്നെയാണ് ഉള്ളത്. പിന്നെ 1 ഇവിടെ 2ൻ്റെ അടുക്കുന്ന 4ലേക്കാണുള്ളത്. -1ൻ്റെ അടുക്കുന്ന -2ലേക്കുണ്ട്. അതുപോലെ തന്നെ 2ൻ്റെ അടുക്കുന്ന 4ലേക്കുമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി എന്ന് എടുക്കാം. എക്സ് -1, പി ഓഫ് എക്സ് -2. അപ്പോൾ അതിൽ പി ഓഫ് -1 ഈക്വൽ ടു -2 എന്നാണ് എഴുതുക. പി ഓഫ് -1 ഈക്വൽ ടു -2 എന്ന് എഴുതും. പിന്നെ എ ഇൻറ്റു -1 പ്ലസ് ബി ഈക്വൽ ടു -2. എ ഇൻറ്റു -1 പ്ലസ് ബി ഈക്വൽ ടു -2. എ ഇൻറ്റു -1 - a പ്ലസ് ബി ഈക്വൽ ടു -2. അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. അതേപോലെ തന്നെ പി ഓഫ് 2 ഈക്വൽ ടു 4 എന്ന് എഴുതാം. പി ഓഫ് 2 ഈക്വൽ ടു 4. പി ഓഫ് 2 ഈക്വൽ ടു 4. എ ഇൻറ്റു 2 എക്സ് പ്ലസ് ബി ആണ്. അപ്പോൾ എ ഇൻറ്റു 2 പ്ലസ് ബി ഈക്വൽ ടു 4. 2a പ്ലസ് ബി ഈക്വൽ ടു 4.
2a പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനാണ്. അതാണ് വലുത്. 2 1 കുറക്കുക. കാരണം ഇവിടെ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ എടുക്കുമ്പോൾ ബി സെയിം ആണ്. മൈനസ് എയും പ്ലസ് എയും ഉണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റേണ്ടി വരും. പക്ഷേ പിന്നെ ബി സെയിം ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബി ഏതെങ്കിലും ഒരെണ്ണം സെയിം ആയിട്ടുണ്ടായാൽ മതി. അപ്പോൾ ഇവിടെ ബിയും സെയിം ആണ്. അപ്പോൾ സെക്കൻഡിൽ നിന്ന് 1 മൈനസ് ചെയ്യാം. അപ്പോൾ സെക്കൻഡിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്ന സമയത്ത് 4 മൈനസ് 2 4 + 2 6 വരും. ബി മൈനസ് ബി 0 വരും. 2a മൈനസ് എ എന്ന് പറയുമ്പോൾ 2a + a 3a എന്ന് വരും. 3a = 6. a = 6/3 = 2 എന്ന് വരും. a = 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2ൽ a കൊടുക്കുമ്പോൾ ഇവിടെ 2 × 2 + b എന്ന് വരും. 2 × 2 4 + b 4 + b = 4 ആണ്. അങ്ങനെയാണെങ്കിൽ b എന്ത് വരും? 4 - ഈ 4 അങ്ങോട്ടേക്ക് പോകുമ്പം 4 - 4 ഇതിവിടെ ഇപ്പോൾ 4 ആണല്ലോ ഉള്ളത്. ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 4 - 4 0 എന്നാണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി 4 + b 4 ആണെങ്കിൽ 4 + 0 ആണ് 4 വരിക. b 0 ആണ് വരിക. അപ്പോൾ നമ്മുടെ p(x) എന്ന് പറയുന്നത് എൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ax + b ആണ്. ax + b a 2 ആയതുകൊണ്ട് 2x + 0 b 0 ആണ്. അപ്പോൾ ആൻസർ എന്താ വരിക? p(x) = 2x. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കിയാൽ മനസ്സിലാവും. ഇതിൻ്റെ ഡബിളാണിത്. 2ൻ്റെ ഡബിളാണ് 4. അതായത് പോളിനോമിയൽ എന്താണത്? 2 p(x) = 2x ആണ്. ആ സെക്ഷനിലെ 3rd ക്വസ്റ്റ്യൻ്റെ ഗ്രാഫാണിത്. അപ്പോൾ ഗ്രാഫിൽ നമ്മുടെ പോയിൻ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ 0ൻ്റെ അടുക്കുന്ന -2ലേക്കും ഇവിടെ 0ൻ്റെ അടുക്കുന്ന 2ലേക്കും. പക്ഷേ ഈ പോയിൻറ്റിനെ പറയുക 20 എന്നും ഈ പോയിൻറ്റിനെ 0 - 2 എന്നുമാണ് പറയുക. 0 - 2 എന്ന് പറയുക. കുത്തനെയുള്ള വരയിൽ ആദ്യം 0 ആണ് എഴുതുക. കുത്തനെയുള്ള വരേൻ്റെ മുകളിലാണ് ഇവിടെ ഉള്ളത് -2ൽ. അപ്പോൾ 0 - 2. നേരെയുള്ള വരയിൽ ആദ്യം നമ്പറാണ് എഴുതുക. അപ്പോൾ 2 0 എന്ന് വരും. അപ്പോൾ നമ്മുടെ 2 പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. x 0 കൊടുക്കുമ്പോൾ -2 2 കൊടുക്കുമ്പോൾ 0. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ p(x) = ax + b ഇവിടെ ഉള്ളതുപോലെ p(0 = -2 എന്ന് എഴുതാം. p(0 = -2 a × 0 + b = -2 b = -2 കിട്ടും. ഇനി അടുത്തത് p(2 = 0 എന്ന് എഴുതും. p(2 = 0 എന്ന് പറയുമ്പോൾ a × 2 അതായത് ax + b = ax എന്നുള്ളതെടുക്കുക. a × ഇവിടെ p(x) അല്ല x 2 ആണല്ലോ. അപ്പോൾ a × 2 + b = 0. a × 2 എന്ന് പറയുമ്പോൾ 2a + b = 0. 2a + bൻ്റെ വാല്യൂ -2 ആണ്. 2a + -2 = 0. 2a = 0 എവിടെയുണ്ട്? -2 അങ്ങോട്ടേക്ക് പോകുമ്പോൾ +2 ആവും. അങ്ങനെ a = 2/2 = 1 വരും. ഈ 2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ബൈയിലേക്കാണ് പോവുക. അങ്ങനെ p(x) എൻ്റെ വാല്യൂ 1 ആണ്. 1x + bൻ്റെ വാല്യൂ -2 ആണ്. അപ്പോൾ അങ്ങനെ x - 2 എന്നാണ് കിട്ടുക. പിന്നെ നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ.